മുപ്പിളിവണ്ടിന്റെ ശല്യം രൂക്ഷമായതിനെ തുടർന്ന് ദുരിതത്തിലായി അളഗപ്പനഗർ പയ്യാക്കര പ്രദേശവാസികൾ. വേനൽമഴയ്ക്ക് ശേഷമാണ് മുപ്പിളിവണ്ടിന്റെ ശല്യം രൂക്ഷമായത്. ആറ്റൂരിൽ ശക്തമായ കാറ്റിലും മഴയിലും 150ഓളം ചങ്ങാലിക്കോടൻ നേന്ത്രവാഴകൾ കടപുഴകി വീണു. 7 മാസം വളർച്ചയെത്തിയ വാഴകളാണ് ഒടിഞ്ഞു വീണത്. KSRTC ബസിന്റെ തകരാർ മൂലം മലക്കപ്പാറയിൽ യാത്രക്കാർ കുടുങ്ങിക്കിടന്നത് 6 മണിക്കൂർ. കുട്ടികളും സ്ത്രീകളുമടക്കം 35 യാത്രക്കാരാണ് ദുരിതത്തിലായത്. തിരുവില്ലാമല പറക്കൂട്ടുകാവ് താലപ്പൊലി വർണ്ണാഭമായി. പടിഞ്ഞാട്ടുമുറി, കിഴക്കുമുറി, പാമ്പാടി ദേശങ്ങളുടെ എഴുന്നള്ളിപ്പുകൾ ആവേശമായി. നമസ്കാരം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. മുപ്പിളിവണ്ടിന്റെ ശല്യം രൂക്ഷമായതിനെ തുടർന്ന് ദുരിതത്തിലായി അളഗപ്പനഗർ പഞ്ചായത്തിലെ പയ്യാക്കരയിലെ കുടുംബങ്ങൾ. വേനൽമഴയ്ക്ക് ശേഷമാണ് മുപ്പിളിവണ്ടിന്റെ ശല്യമുണ്ടാകുന്നത്. 2 വർഷമായി ഈ സ്ഥിതിയാണെന്ന് നാട്ടുകാർ പറയുന്നു. ഓടിട്ട വീടുകളിലാണ് വണ്ടിന്റെ ശല്യം കൂടുതലായി അനുഭവപ്പെടുന്നത്. നവംബർ, മെയ് മാസങ്ങളിലാണ് മുപ്പിളിവണ്ടിന്റെ ശല്യം രൂക്ഷമാകുന്നതെന്നും ദിവസത്തിൽ കുറഞ്ഞത് 10 തവണയെങ്കിലും വീട് വൃത്തിയാക്കേണ്ട സ്ഥിതിയാണെന്നും മാടശ്ശേരി ചേരാനെല്ലൂക്കാരൻ റോസിലി പറയുന്നു. ഈ വണ്ടിന്റെ ശല്യം ഭയങ്കരമായിട്ട് 2 കൊല്ലത്തിനുള്ളിൽ കണ്ടമാനം ശല്യമായി പെരുകി വീട്ടില് സ്റ്റോക്കാണ്. അത് മാസത്തില് 10 ദിവസം വെച്ച് വീട് മാറിപ്പോവും. മഴ പെയ്ത് പിന്നീട് വെയിലുദിക്കുമ്പോ കണ്ടമാനം ഇളകും. വീട്ടിൽ താമസിക്കാനും ഭക്ഷണം വെച്ച് പാകം ചെയ്ത് കഴിക്കാനും ഒന്നിനും പറ്റാത്ത അവസ്ഥയാണ്. ഓടുമേഞ്ഞ വീടായതുകൊണ്ട് സമീപത്തെ മറ്റു വീടുകളേക്കാൾ റോസലിയുടെ വീട്ടിലാണ് കൂടുതൽ ബുദ്ധിമുട്ട് നേരിടുന്നത്. ഈ സമയങ്ങളിൽ ഭക്ഷണം പാകം ചെയ്യാനോ ഉറങ്ങാനോ സാധിക്കാത്ത സ്ഥിതിയാണ്. വണ്ടിനെ നശിപ്പിക്കാൻ മരുന്ന് തെളിച്ചെങ്കിലും മരുന്നിന്റെ ശക്തി കുറയുന്നതോടെ വീണ്ടും പഴയപടി നിറയുകയാണ്. തുടർച്ചയായി മരുന്നടിക്കുന്ന മുറയ്ക്ക് 3-4 ദിവസത്തേക്ക് മൂട്ടശല്യം ഇല്ലാതാകുമെങ്കിലും മഴയ്ക്ക് ശേഷമുള്ള വെയിലിൽ വണ്ടുകൾ വീണ്ടും കൂട്ടത്തോടെ നിറയുന്ന സ്ഥിതിയാണ്. വണ്ടുകൾ ശരീരത്തിൽ സ്പർശിക്കുന്നത് മൂലം അലർജി, തുമ്മൽ, ശ്വാസമുട്ട്, ചൊറിച്ചിൽ എന്നിവ അനുഭവപ്പെടുന്നുണ്ട്. ഈ സാഹചര്യങ്ങളിൽ റോസ്ലിയും സഹോദരനും അയൽപ്പക്കത്തുള്ള ബന്ധുവീട്ടിലാണ് അഭയം തേടുന്നത്. മരുന്ന് അടിച്ച് എല്ലാം നമ്മള് ക്ലീൻ ചെയ്ത് സർവ്വതും വെടുപ്പാക്കി കുറച്ച് ദിവസം കഴിഞ്ഞാൽ മരുന്നിന്റെ മണം പോയി കഴിഞ്ഞാല് വീണ്ടും മഴയും വെയിലും വരുമ്പോ വീണ്ടും വരും. ഭക്ഷണം പാകം ചെയ്യാനും വെക്കാനും ഒന്നും പറ്റാത്ത അവസ്ഥയാണ്. ചെവിട്ടിൽ പോയിട്ട് കിടക്കാൻ പറ്റില്ല, ജീവിക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. മുപ്പിളിവണ്ട ശല്യത്തിന് ശാസ്ത്രീയമായി പരിഹാരം കാണാൻ അധികൃതർ ഇടപെടണമെന്നാണ് വീട്ടുകാരുടെ ആവശ്യം. TCV പുതുക്കാട്. ഓണവിപണിയെ ലക്ഷ്യമാക്കി കൃഷി ചെയ്ത 150ഓളം ചങ്ങാലിക്കോടൻ നേന്ത്രവാഴകൾ കാറ്റിലും മഴയിലും കടപുഴകി വീണു. കർഷകനായ ആറ്റൂർ മണ്ഡലംകുന്ന് നരിപ്പറ്റ പ്രതീഷ് ബാബുവിന്റെ വലിയൊരു സ്വപ്നമാണ് കാറ്റിലും മഴയിലും തകർന്നുപോയത്. ഓണവിപണിയെ ലക്ഷ്യമാക്കി നട്ടുവളർത്തിയുണ്ടാക്കിയ 150ഓളം വരുന്ന ചങ്ങാലിക്കോടൻ നേന്ത്രവാഴ കഴിഞ്ഞ ദിവസമുണ്ടായ കാറ്റിലും മഴയിലും കടപുഴകി വീണു. കർഷകനായ ആറ്റൂർ മണ്ഡലംകുന്ന് നരിപ്പറ്റ പ്രതീഷ് ബാബുവിന്റെ വലിയൊരു സ്വപ്നമാണ് കാറ്റിലും മഴയിലും തകർന്നു പോയത്. 7 മാസം തന്റെ മക്കളെപ്പോലെ സ്നേഹിച്ചു വളർത്തി പരിപാലിച്ചു കൊണ്ടുവന്ന കൃഷിയാണ് കഴിഞ്ഞ ദിവസം നിലം പതിച്ചത്. KSEB ഓവർസിയർ കൂടിയായ ബാബു 7 വർഷമായി കൃഷിയുമായി മുന്നോട്ടു പോകുന്നു. പണയം വെച്ചും ലോൺ എടുത്തുമാണ് ഇദ്ദേഹം കൃഷി ഇറക്കിയത്. ഷെല്ല ഒടിഞ്ഞു പോയി ഇന്നലെ കാറ്റിലും മഴയിൽ. ഓണത്തിന് നല്ലൊരു വിപണി പ്രതീക്ഷിച്ചാണ്. നല്ല വാഴകളായിരുന്നു, എല്ലാം നശിച്ചുപോയി. നോക്കാൻ പറ്റില്ല, വിഷമം തോന്നുന്നു. പിന്നെ അതിൽ കണ്ടില്ലേ, കപ്പ 10-30 മൂട് കപ്പ കംപ്ലീറ്റ് പുഴങ്ങിന് അതൊന്നും ചെയ്യാൻ പറ്റില്ല. കംപ്ലീറ്റ് ഒടിഞ്ഞു പോയി. ഒടിയല്ല, പുഴങ്ങിപ്പോയി. പുഴങ്ങിയ കാരണം ഒടിഞ്ഞാൽ കുഴപ്പമുണ്ടായിരുന്നില്ല, കംപ്ലീറ്റ് ഇളകിപ്പോയി. ഒന്നും കിട്ടില്ലെന്നോ. കറക്റ്റ് ഓണത്തിന് വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു. കപ്പി മഴയെല്ലാം. നല്ല രീതിയിൽ വിളവ് തരുന്ന 50ഓളം വരുന്ന കപ്പത്തറിയും നശിച്ചുപോയി. മുള്ളൂർക്കര കൃഷിഭവൻ ഓഫീസിൽ പരാതി നൽകി. അധികൃതർ ആശ്വാസ ധനസഹായം നൽകണമെന്നാണ് ഇദ്ദേഹത്തിന്റെ ആവശ്യം. TCV ന്യൂസ്, ചെറുതുരുത്തി. KSRTC ചാലക്കുടി ഡിപ്പോയുടെ അനാസ്ഥ മൂലം മലക്കപ്പാറയിലെ കാനനപാതയിൽ യാത്രക്കാർ കുടുങ്ങിക്കിടന്നത് 6 മണിക്കൂർ. വൈകിട്ട് 6 മുതൽ അർദ്ധരാത്രി വരെ കുട്ടികളും സ്ത്രീകളുമടക്കം 35 യാത്രക്കാരാണ് ദുരിതമനുഭവിച്ചത്. കേടായ ബസ്സിന് പകരം മലക്കപ്പാറയിൽ സ്റ്റേ ചെയ്യുന്ന ബസ്സിൽ യാത്രക്കാരെ തിരികെ എത്തിക്കണമെന്ന് ആവശ്യം ഉദ്യോഗസ്ഥർ നിരസിച്ചെന്നും പരാതി ഉയർന്നു. സ്റ്റിയറിംഗിന് നേരത്തെ തകരാർ സംഭവിച്ച ബസ്സാണ് ചാലക്കുടിയിൽ നിന്നും സർവീസിന് പോയതെന്ന് യാത്രക്കാർ പറയുന്നു. വണ്ടിനെ കുറിച്ച് ഞങ്ങൾക്കൊന്നും അറിയില്ല, പക്ഷെ ഇതിന്റെ അവസ്ഥ നിങ്ങൾ കാണണം. ഈ തുണി വെച്ച് കെട്ടിവെച്ചേക്കണു. ഇങ്ങനെയുള്ള ഒരു വണ്ടിയാണ് ഇത്രയും ഈ സ്ഥലത്തേക്ക് വിടുന്നത്. ഇത്രയും വലിയൊരു ഇതിൽ നിങ്ങൾ ചെയ്യണത് ഇത്രയും വലിയൊരു തെണ്ടിത്തരം തന്നെ. അങ്ങനെ തന്നെ പറയണം, എല്ലാവരും തെണ്ടിത്തരമാണെന്ന് തന്നെ പറയണം. KSRTC എന്ന് പറഞ്ഞ സംഭവം എല്ലാവർക്കും ഒരേപോലെ ഉപകാരപ്പെടും, അതുപോലെ തന്നെ ഉപദ്രവമാവരുത് ആർക്കും. ഇത് നിങ്ങൾ പ്രതികരിക്കണം, എല്ലാവരും നാളേക്ക് വേണ്ടിയിട്ട് എല്ലാവരും നിങ്ങൾ പ്രതികരിക്കണത്. ശനിയാഴ്ച വൈകിട്ട് 5:15 മലക്കപ്പാറയിൽ നിന്നും പുറപ്പെട്ട ബസ്സാണ് പത്തടിപ്പാലത്ത് വെച്ച് ഓട്ടം നിലച്ചത്. ചാലക്കുടിയിൽ നിന്നും പകരം വിട്ട ബസ് സ്ഥലത്തെത്തി യാത്രക്കാരെ കയറ്റിയപ്പോൾ രാത്രി 11 മണി.
വന്യമൃഗ ആക്രമണ ഭയവും ഭക്ഷണം കഴിക്കാതെയുള്ള ആലസ്യവുമായി സ്ത്രീകളും കുട്ടികളുമടക്കമുള്ളവർ ചാലക്കുടി സ്റ്റാൻഡിൽ തിരിച്ചെത്തുമ്പോൾ പുലർച്ചെ 2 മണി കഴിഞ്ഞിരുന്നു. ഡിപ്പോ അധികൃതരുടെ തികഞ്ഞ അനാസ്ഥയായിരുന്നു സംഭവത്തിന് പിന്നിലെന്ന് യാത്രക്കാരനായിരുന്ന കൊടകര സ്വദേശി മണികണ്ഠൻ പറഞ്ഞു. ഞങ്ങൾക്ക് അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്കൂറോളം ഹോൾഡ് ചെയ്യേണ്ട ഒരു സമയം ഉണ്ടായിരുന്നുള്ളൂ. കാരണം ആ മലക്കപ്പാറയിൽ 7 മണിക്ക് ട്രിപ്പ് അവസാനിപ്പിക്കുന്ന ആ ബസ് അന്ന് അവിടെ സ്റ്റേ ആണ്. അപ്പോൾ ആ ബസ് ഞങ്ങൾക്ക് കിട്ടിയിരുന്നുവെങ്കിൽ ഞങ്ങളൊരു 10 മണിയോട് കൂടി തന്നെ ഞങ്ങൾ ചാലക്കുടിയിൽ എത്തേണ്ടതായിരുന്നു. പക്ഷേ അതൊരു കാരണവശാലും മിഷൻ മാസ്റ്ററോ അല്ലെങ്കിൽ അവരുടെ ഡിപ്പോയിലെ ഉദ്യോഗസ്ഥരോ അതിനൊന്നും അനുസരിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങൾ ഒരുപാട് തവണ അവരെ വിളിച്ചു. 2 തവണ വിളിച്ചപ്പോഴും അവരിങ്ങനെ പറഞ്ഞത് ഞങ്ങൾക്ക് മുകളിൽ നിന്ന് പെർമിഷൻ വേണം എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ എത്ര തവണ വിളിച്ചിട്ടും അവർ ഞങ്ങൾ കോളൊന്നും സ്വീകരിച്ചില്ല. അവസാനം 10:30 കഴിഞ്ഞു ഞങ്ങൾക്ക് ആ ബസ് കിട്ടിയപ്പോൾ 10:45 കൂടിയിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത്. ഏകദേശം 2 മണിയോടെ അടുത്ത് ഞങ്ങളോട് എത്തുകയും ചെയ്തു. സ്റ്റിയറിംഗിന് നേരത്തെ കേട് സംഭവിച്ചിരുന്ന ബസ്സായിരുന്നു ഇതെന്നും കൊക്കയും മറ്റുമുള്ള ഭാഗത്ത് വെച്ചാണ് ബസിന്റെ നിയന്ത്രണം വിട്ടതെങ്കിൽ വൻ ദുരന്തത്തിൽ കലാശിക്കുമായിരുന്നുവെന്നും യുവാവ് പറഞ്ഞു. ജീവൻ പണയപ്പെടുത്തിയാണ് തങ്ങൾ മണിക്കൂറുകളോളം ബസ്സിൽ കഴിഞ്ഞതെന്ന് യാത്രക്കാർ പറയുന്നു. ഈ KSRTC ഒരു ഉത്തരവാദിത്തം കാണിക്കണ്ടേ? ഒരു 30 പേര് ഇപ്പോൾ യാത്രയുണ്ട് വണ്ടിയിൽ. കുഞ്ഞി പിള്ളേരുകൾ ഭക്ഷണം കഴിച്ചില്ല. ബസ്സിൻ്റെ പാടില്ല പറയണേ. ഈ കാട്ടിനുള്ളിൽ അവിടെ നിന്ന് ഭക്ഷണം കിട്ടണേ. ഞങ്ങൾ എന്തിട്ട് ചെയ്യേണ്ടത്? ഇനി വണ്ടിയുടെ അവസ്ഥ വളരെ മോശം വണ്ടിയാണിത്. ആ വണ്ടിയുടെ ഇത് നോക്കിയിട്ട് പുറത്തിറങ്ങാൻ പറ്റില്ല. അട്ട, പാമ്പ് ഇതൊക്കെ വരുമെന്നുള്ളതിൽ ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. പുലി, ആന അവിടെ നിൽപ്പുണ്ടെന്ന് പറയുന്നു. ഇതെല്ലാം കൊണ്ട് ഞങ്ങൾ പേടിച്ച് വിറങ്ങലിച്ച് വല്ലാത്തൊരു ബുദ്ധിമുട്ടിലേക്കാണ്. മഴയും ഇടിവെട്ടും ഒക്കെ പല വീട്ടിലേക്കൊന്ന് വിളിച്ചു പറയാനുള്ള ഒരു സൗകര്യം പോലും ഇല്ലായിരുന്നു. വനപാലകരും പോലീസും സ്ഥലത്തെത്തിയത് 9 മണിക്ക് ശേഷമായിരുന്നു. ഭക്ഷണം കിട്ടാതെ നിരവധി കുട്ടികൾ അവശതയിലായെന്നും യാത്രക്കാർ പരാതിപ്പെട്ടു. TCV ചാലക്കുടി. ആരവവും ആർപ്പുവിളികളുമായി വില്ലുവമലയിൽ താലപ്പൊലി ആഘോഷം വർണ്ണാഭം. തിരുവല്ലാമല പറക്കോട്ടുകാവ് താലപ്പൊലി മഹോത്സവത്തിന് സാക്ഷികളാകാൻ ആയിരങ്ങൾ ഒഴുകിയെത്തി. പടിഞ്ഞാട്ടുമുറി, കിഴക്കുമുറി, പാമ്പാടി എന്നീ ദേശങ്ങളിൽ നിന്നും വിവിധ കാഴ്ചകളും ഗജവീരന്മാരും വാദ്യമേളങ്ങളും താലപ്പൊലി പാറയിൽ അണിനിരന്നു. പടിഞ്ഞാട്ടുമുറി ദേശം വടക്കേ കൂട്ടാല ദേവീക്ഷേത്രത്തിൽ നിന്നും എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. പുതുപ്പള്ളി കേശവൻ തിടമ്പേറ്റി കൊമ്പൻ ഹൂക്കൻസ് കുഞ്ചുവിന്റെ അകമ്പടിയോടെയാണ് മല്ലിച്ചിറ അയ്യപ്പൻകാവിൽ നിന്ന് കിഴക്കുമുറി ദേശത്തിന്റെ എഴുന്നള്ളിപ്പ് ആരംഭിച്ചത്. പാമ്പാടി ദേശം മന്നം ക്ഷേത്രത്തിൽ നിന്നും എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. തിരുവമ്പാടി ചന്ദ്രശേഖരൻ തിടമ്പേറ്റി. കൂട്ടിയ എഴുന്നള്ളിപ്പിൽ 21 ഗജവീരന്മാർ അണിനിരന്നു. മേള കലാരംഗത്തെ ദീപ്തമായ ഓർമ്മയാണ് കേളത്ത് അരവിന്ദാക്ഷമാരാരെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. കേളത്ത് അരവിന്ദാക്ഷമാരാരുടെ അനുസ്മരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ലാളിത്യവും വിനയവും ഒത്തുചേർന്ന തികഞ്ഞ കലാകാരനായിരുന്നു കേളത്തെന്ന് പെരുവനം കുട്ടന്മാരാർ അനുസ്മരിച്ചു. മുൻമന്ത്രി VS സുനിൽകുമാർ, മുൻ MLA TV ചന്ദ്രമോഹൻ, BJP നേതാവ് B ഗോപാലകൃഷ്ണൻ, മേള കലാകാരന്മാരായ കിഴക്കൂട്ട് അനിയന്മാരാർ, പെരുവനം സതീശന്മാരാർ, ചെറുശ്ശേരി കുട്ടന്മാരാർ, വെളപ്പായ കീഴൂട്ട് നന്ദനൻ തുടങ്ങിയവർ സംസാരിച്ചു. KM കുട്ടി അരവിന്ദാക്ഷമാരാരെ കുറിച്ചുള്ള സ്വന്തം കവിത ആലപിച്ചു.
പാവറട്ടി സെന്റർ വികസനം ശാസ്ത്രീയമായി നടപ്പിലാക്കുകയും അടിയന്തരമായി പൂർത്തിയാക്കുകയും വേണമെന്ന് മർച്ചന്റ്സ് അസോസിയേഷൻ വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു. അശാസ്ത്രീയമായ നവീകരണ പ്രവർത്തനങ്ങൾ മൂലം ഒരു മഴയ്ക്ക് പോലും കച്ചവട സ്ഥാപനങ്ങളിൽ വെള്ളം കയറുന്ന അവസ്ഥയാണെന്ന് വാർഷിക യോഗം ചൂണ്ടിക്കാട്ടി. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ.വി. അബ്ദുൽ ഹമീദ് വാർഷികാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് എ.ജെ. വർഗീസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി എൻ.ആർ. വിനോദ് കുമാർ, പാവറട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീബ തോമസ്, സി.എൽ. റാഫേൽ, ഇ.വി. വിനോദ്, സി.പി. തോമസ്, ലിസ പോൾ, സിജിൽ വർഗീസ്, എം. വി. ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു. കൈപ്പറമ്പ് സെന്ററിൽ നിന്ന് പട്ടാപ്പകൽ സ്കൂട്ടർ മോഷണം പോയി. പോന്നൂർ നെടിയടത്ത് വീട്ടിൽ രാകേഷിന്റെ സ്കൂട്ടറാണ് മോഷണം പോയത്. ഇയാളുടെ സുഹൃത്താണ് സ്കൂട്ടറുമായി പച്ചക്കറി വാങ്ങാൻ കൈപ്പറമ്പിലെത്തിയത്. സ്കൂട്ടർ റോഡരികിൽ നിർത്തി ചാവി ഊരിയെടുക്കാതെ കടയിൽ പോയ സമയത്താണ് മോഷ്ടാവ് വാഹനവുമായി കടന്നുകളഞ്ഞത്. ഒരാൾ സ്കൂട്ടറുമായി പോന്നൂർ ഭാഗത്തേക്ക് പോകുന്നത് സമീപ കടകളിലെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. പേരാമംഗലം പോലീസിൽ പരാതി നൽകി. ആശുപത്രികളിലെ അനാസ്ഥ മൂലം രോഗികൾക്ക് അപകടകരമായ സ്ഥിതിയും മരണവും നേരിടുമ്പോൾ ആവശ്യമായ നിയമസഹായങ്ങൾ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ട് രൂപവൽക്കരിച്ച ജനനീതി സംരക്ഷണ വേദിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് മറ്റത്തൂർ പഞ്ചായത്തിലെ വാസുപുരത്ത് തുറന്നു. സാമൂഹിക പ്രവർത്തകൻ സി.ആർ. നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ പ്രവർത്തകൻ ഡോക്ടർ ഡി. സുരേന്ദ്രനാഥ് മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ്. സുചിത്ര അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് അജിത്, അഡ്വക്കേറ്റ് അജയ്, ശ്രീധരൻ കളരിക്കൽ, അക്ബർ, നസ്രുദ്ദീൻ എന്നിവർ സംസാരിച്ചു. ഈ ആരോഗ്യരംഗം വളരെ മനോഹരമാണ്, ഗംഭീരമാണ്, ലോകത്തിനാകെ മാതൃകയാണ് എന്ന് പറയുമ്പോഴും അതിന്റെ പിന്നിലുള്ള നിരവധി വിഷയങ്ങൾ മറച്ചുവെക്കപ്പെട്ടു. ആ വിഷയങ്ങൾ ഓരോന്നോരോന്നായി രംഗത്ത് വന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മെഡിക്കൽ നെഗ്ലിജൻസ് എന്ന് പറയുന്നത്. മെഡിക്കൽ നെഗ്ലിജൻസ് നിയമപരമായി ഒക്കെ ഉണ്ട്. നമ്മുടെ കൂടെയുള്ള ഒരു അലോപ്പതി ഡോക്ടറാണ്, ഒരുപാട് കൊല്ലം പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഡോക്ടറാണ്. അദ്ദേഹം കൂടുതൽ അക്കാര്യങ്ങൾ പറയും. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പൊ മറ്റു പല നമ്മളിപ്പോ കൺസ്യൂമറാണ്, നമ്മളിപ്പോ ഒരു ഡോക്ടറെ ചെല്ലുമ്പോ, ആശുപത്രി ചെല്ലുമ്പോൾ നമ്മളൊരു കൺസ്യൂമർ, നമ്മളൊരു ഉപഭോക്താവാണ്, നമുക്കൊരു സേവനം. എരുമപ്പെട്ടി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള ചികിത്സയ്ക്കായി ഡോക്ടറെ നിയമിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് എസ് ജില്ലാ പ്രസിഡന്റ് എം.പി. റഫീഖ് തങ്ങൾ ആവശ്യപ്പെട്ടു. 2 മാസമായി ഡോക്ടറില്ലാത്തതിനാൽ ആശുപത്രിയിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള ചികിത്സ നിർത്തിവച്ചിരിക്കുകയാണ്. സാധാരണക്കാരുടെ ആശ്രയ കേന്ദ്രമായ സർക്കാർ ആശുപത്രിയിൽ ആവശ്യമായ സേവനം നൽകാൻ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് തയ്യാറാകണമെന്നും അവഗണന തുടരുകയാണെങ്കിൽ ശക്തമായ സമരപരിപാടികൾ നടത്തുമെന്നും എം.പി. റഫീഖ് തങ്ങൾ പറഞ്ഞു. സെന്ററാണിത്. 3 മാസക്കാലമായിട്ട് ഇവിടെ ഉച്ചതിരിഞ്ഞ് OP ഇല്ലാത്തൊരു അവസ്ഥയാണുള്ളത്. ഇപ്പോൾ വേനൽക്കാലം മഴ ആരംഭിച്ചിരിക്കുന്ന സമയത്ത് തന്നെ OPയിൽ ആളുകളില്ല എന്ന് പറയുന്നതും ഉച്ചയ്ക്ക് ശേഷം ഇവിടെ പരിശോധന ഇല്ല എന്ന് പറയുന്നതും സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ച് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു സംവിധാനമാണ്. കാരണം 4 പഞ്ചായത്തുകൾ, എരുമപ്പെട്ടി, കടങ്ങോട്, വേലൂര് ഉൾപ്പെടെയുള്ള 4 പഞ്ചായത്ത്, വരൂർ ഉൾപ്പെടെയുള്ള 4 പഞ്ചായത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന, ആരോഗ്യപരമായ സംവിധാനത്തിൽ ആശ്രയിക്കുന്ന ഒരു സ്ഥാപനമാണിത്. പഴഞ്ഞി ഹൈസ്കൂളിന് സമീപം മാർ ഗ്രിഗോറിയോസ് റോഡ് റീടാറിംഗ് നടത്തണമെന്ന് ബി.ജെ.പി. പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു. റീടാറിംഗും കാന നിർമ്മാണവും നടത്തണമെന്നാവശ്യപ്പെട്ട് ബി.ജെ.പി. പഞ്ചായത്ത് കമ്മിറ്റി കാട്ടകമ്പാൽ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം നൽകി. ബി.ജെ.പി. കുന്നംകുളം മണ്ഡലം സെക്രട്ടറി പി.ജെ. ജെബിൻ, ബി.ജെ.പി. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ബൈജു പട്ടിത്തടം, രജീഷ് ഐനൂർ, സുനീഷ് പെരുന്തുരുത്തി, പി.കെ. സാജു എന്നിവർ നേതൃത്വം നൽകി. മദർ തെരേസ ഇന്റർനാഷണൽ ചാരിറ്റി അവാർഡ് നേടിയ എരുമപ്പെട്ടി കോട്ടപ്പുറം പുത്തൂര് വീട്ടിൽ ഡോക്ടർ പി.കെ. ലിൻഡോയെ CPM ആദരിച്ചു. കോട്ടപ്പുറം ബ്രാഞ്ച് കമ്മിറ്റി സംഘടിപ്പിച്ച ചടങ്ങിൽ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ P.N. സുരേന്ദ്രൻ പൊന്നാടയണിയിച്ച് ഉപഹാരം സമർപ്പിച്ചു. അഭിഭാഷകനായി എൻറോൾ ചെയ്ത കോട്ടപ്പുറം സ്വദേശി ശ്യാം മോഹനെയും ആദരിച്ചു. CPM എരുമപ്പെട്ടി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി P.T. ദേവസി അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗം K.M. അഷ്റഫ്, ബ്രാഞ്ച് സെക്രട്ടറി K.G. ശശി, LC അംഗം O.B. സുബ്രഹ്മണ്യൻ, റൈസി ഷാജൻ, ശർമിള ബാലകൃഷ്ണൻ, ദിവ്യ മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു. പട്ടിക വിഭാഗങ്ങൾക്കെതിരായ അതിക്രമങ്ങളിലും ഈ വിഭാഗത്തിന്റെ പരാതികളിലും ശക്തമായ നടപടികളെടുക്കാൻ പോലീസ് തയ്യാറാകണമെന്നാവശ്യപ്പെട്ട് ഓൾ ഇന്ത്യ കോൺഫെഡറേഷൻ ഓഫ് SC/ST ഓർഗനൈസേഷൻ
കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷന് മുൻപിൽ ധർണ നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇൻചാർജ് സന്തോഷ് കൊടുങ്ങല്ലൂർ ധർണ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാലൻ തൃത്താല അധ്യക്ഷത വഹിച്ചു. വിമൻസ് വിംഗ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശാന്തമ്മ, സംസ്ഥാന ട്രഷറർ ലീല സതീഷ്, ജോയിന്റ് സെക്രട്ടറി സുമതി ബാബുക്കുട്ടൻ, ജില്ലാ സെക്രട്ടറി ശർമ്മള സുമേഷ്, CS സുമേഷ് തുടങ്ങിയവർ സംസാരിച്ചു. സമീപനങ്ങൾക്ക് ഫെഡറേഷൻ ഓഫ് SC ഓർഗനൈസേഷന്റെ അധ്യക്ഷനായിട്ടുള്ള ഇന്ന് 100% സ്കൂൾ ഹാജർ നില നേടിയ ചെറുതുരുത്തി ഗവൺമെന്റ് സ്കൂളിലെ LKG വിദ്യാർത്ഥിനി ഇസ്രയേൽ ജിബ്രലിന് മഹലിന്റെ സ്നേഹാദരം. നെടുമ്പുര വെസ്റ്റ് മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയാണ് വിദ്യാർത്ഥിയെ ആദരിച്ചത്. മഹല്ല് ജനറൽ സെക്രട്ടറി KM മുഹമ്മദ് ബഷീർ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. മഹല്ല് ഇമാം ഹാഫിദ് മുഹമ്മദ് അൻഫിഷ് ഹസ്ഹരി ഉദ്ഘാടനം ചെയ്തു. CH അമീർ അലി, EM റഫീഖ്, അഷ്റഫ് മർഹബ, CH അൻവർ എന്നിവർ സംസാരിച്ചു. ശാരീരിക അവശതകളെ അതിജീവിച്ച് 196 ദിവസവും മുടങ്ങാതെ സ്കൂളിലെത്തിയതിനാണ് റെക്കോർഡ്. കാട്ടകമ്പാൽ കാഞ്ഞിരത്തിങ്കലിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ നടത്തിയ മരച്ചീനി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. വാർഡംഗം MA അബ്ദുൾ റഷീദ് വിളവെടുപ്പിന്റെ ഉദ്ഘാടനം നടത്തി. തൊഴിലുറപ്പ് തൊഴിലാളികളായ ജസീല ജമാൽ, കല്യാണി വാസു, സുഭാഷിണി പ്രേമൻ, മോഹിനി സുരേന്ദ്രൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് കൃഷി നടത്തിയത്. അക്കിക്കാവ് അഗതിയൂർ ചേന്നപുരം ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം സമാപിച്ചു. വെള്ളിനേഴി ഹരികൃഷ്ണന്റെ നേതൃത്വത്തിലായിരുന്നു സപ്താഹയജ്ഞം നടന്നിരുന്നത്. പ്രതിഷ്ഠാദിന ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് കാർമ്മികത്വം വഹിച്ചു. കലാമണ്ഡലം കുട്ടിനാരായണന്റെ നേതൃത്വത്തിൽ മേജർ സെറ്റ് പഞ്ചവാദ്യവും അരങ്ങേറി. പ്രസാദവോട്ടും ഉണ്ടായിരുന്നു. എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷന് സമീപം സ്കൂട്ടറുകൾ കൂട്ടിയിടിച്ച് യുവാക്കൾക്ക് പരിക്ക്. പഴവൂർ വീട്ടിൽ രാഹുൽ രാജ്, വെള്ളറക്കാട് സ്വദേശി സുജിൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റ ഇരുവരെയും എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നുകുളം വട്ടമ്പാടം മുതുവമ്മലിൽ നിർത്തിയിട്ടിരുന്ന കാറിൽ ബൈക്കിടിച്ച് 2 പേർക്ക് പരിക്ക്. ചമ്മന്നൂർ സ്വദേശി പുതുവീട്ടിൽ ജസീർ, കല്ലൂർ സ്വദേശി ചെട്ടിയാട്ടിൽ വീട്ടിൽ മിക്കിദാദ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പെങ്ങാമുക്ക് ഭാഗത്തു നിന്നും വട്ടമ്പാടം ഭാഗത്തേക്ക് വരികയായിരുന്ന ബൈക്ക് മുതുവമ്മൽ പള്ളിക്ക് സമീപത്തായി നിർത്തിയിട്ട കാറിൽ അമിത വേഗതയിലെത്തി ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബൈക്കിന് പുറകിലിരുന്ന യുവാവ് കാറിന് മുകളിലേക്ക് തെറിച്ചു വീണ് മുൻവശത്തെ ചില്ലയിൽ തലയിടിച്ചാണ് പരിക്കേറ്റത്. അപകടത്തിൽ 2 വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. പരിക്കേറ്റ ഇരുവരെയും കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. SC/ST സംസ്ഥാന നേതൃയോഗം തൃശൂരിൽ നടന്നു. അഖില കേരള ചേരമർ ഹിന്ദു മഹാസഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി കല്ലാറ പ്രശാന്ത് യോഗം ഉദ്ഘാടനം ചെയ്തു. SC/ST ഫെഡറേഷൻ സംസ്ഥാന ചെയർമാൻ AK സന്തോഷ് അധ്യക്ഷത വഹിച്ചു. അനിൽ ബെഞ്ചമിൻ പാറ, അജി M ചാലക്കേരി, പ്രൊഫസർ UP അനിൽ സാഗൻ, അഡ്വക്കേറ്റ് നിഖിൽ ചന്ദ്രശേഖരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഭാരതീയ പാരമ്പര്യ സ്പോർട്സ് കളരിപ്പയറ്റ് അസോസിയേഷൻ തൃശൂർ ജില്ലാ ചാമ്പ്യൻഷിപ്പ് CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. ബിനു ഗുരുക്കൾ അധ്യക്ഷത വഹിച്ചു. സതീഷ് ബാബു മാരാത്ത്, പാറളം പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K പ്രമോദ്, അബ്ദുൾ റഹ്മാൻ ഗുരുക്കൾ, ഇല്യാസ് ഗുരുക്കൾ, നാസർ ഗുരുക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. ദിക്കുകൾ നോക്കി ദിശ നോക്കി ആരാണ് നമ്മളെ പ്രതികരിക്കാൻ വരുന്നുണ്ടെങ്കിൽ അവൻ്റെ ആ കക്ഷിയുടെ പ്രതിഷേധിക്കുന്നതിനെതിരായി നമുക്ക് കഴിയും. എന്നുള്ളതാണ്. അത് ഞാൻ ആദ്യം പറഞ്ഞത് വളരെ ശ്രദ്ധയോടെ ആരാണ് നമ്മളിൽ വരുന്ന ആക്രമിക്കാൻ വരുന്നവന് എങ്ങനെയാണ് അത് മാറ്റിയെടുക്കാൻ കഴിയും. വൃക്കരോഗികളുടെ സംഘടനയായ പോർഫയുടെ ജില്ലാ കുടുംബ സംഗമം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. പോർഫ ജില്ലാ പ്രസിഡന്റ് KV പീതാംബരൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ചെയർമാൻ PT ബഷീർ, സംസ്ഥാന ജനറൽ സെക്രട്ടറി മൊയിൻ ഹാജി, കിഡ്നി ഡോണേഴ്സ് സംഘം സെക്രട്ടറി അജിത് നാരങ്ങയിൽ, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. പ്ലാസ്റ്റിക് വിമുക്ത കനോലി കനാൽ എന്ന ലക്ഷ്യം മുൻനിർത്തി എൻഡ്യൂറൻസ് അത്ലറ്റ്സ് ഓഫ് തൃശൂർ കൂട്ടായ്മയിലൂടെയും
കനോലി ക്രൂയിസിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ചെമ്മാപ്പള്ളി തൂക്കുപാലത്തിന്റെ ഇരുകരകളെയും ബന്ധിപ്പിച്ച് മിനി മാരത്തോൺ സംഘടിപ്പിച്ചു. അന്തിക്കാട് SI പ്രവീൺ മിനി മാരത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. 10 കിലോമീറ്റർ ദൈർഘ്യത്തിലായിരുന്നു മാരത്തോൺ സംഘടിപ്പിച്ചത്. ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും സമീപ ജില്ലകളിൽ നിന്നുമായി പ്രായഭേദമന്യേ 50-ലേറെ പേർ പങ്കെടുത്തു. പൗരാണിക ജലപാതയുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന്റെ ബോധവൽക്കരണത്തിനായാണ് മിനി മാരത്തോൺ സംഘടിപ്പിച്ചത്. എൻഡ്യൂറൻസ് അത്ലറ്റ്സ് ഓഫ് തൃശൂർ ഭാരവാഹികളായ റോണി, ദിലീപ് തുടങ്ങിയവർ സംസാരിച്ചു. വീണ്ടും പ്രധാന വാർത്തകൾ. മുപ്പിളിവണ്ടിന്റെ ശല്യം രൂക്ഷമായതിനെ തുടർന്ന് ദുരിതത്തിലായി അളഗപ്പ നഗർ പയ്യാക്കര പ്രദേശവാസികൾ. വേനൽ മഴയ്ക്ക് ശേഷമാണ് മുപ്പിളിവണ്ടിന്റെ ശല്യം രൂക്ഷമായത്. ആറ്റൂരിൽ ശക്തമായ കാറ്റിലും മഴയിലും 150ഓളം ചങ്ങാലിക്കോടൻ നേന്ത്രവാഴകൾ കടപുഴകി വീണു. 7 മാസം വളർച്ചയെത്തിയ വാഴകളാണ് ഒടിഞ്ഞു വീണത്. KSRTC ബസിന്റെ തകരാർ മൂലം മലക്കപ്പറയിൽ യാത്രക്കാർ കുടുങ്ങിക്കിടന്നത് 6 മണിക്കൂർ. കുട്ടികളും സ്ത്രീകളും അടക്കം 35 യാത്രക്കാരാണ് ദുരിതത്തിലായത്. തിരുവല്ലാമല പറക്കോട്ടുകാവ് താലപ്പൊലി വർണ്ണാഭം. പടിഞ്ഞാട്ടുമുറി കിഴക്കുമുറി പാമ്പാടി ദേശങ്ങളുടെ എഴുന്നള്ളിപ്പുകൾ ആവേശമായി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.